മലപ്പുറത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ നിൽക്കോ, ഞാൻ ഇറങ്ങട്ടെ. ഇതാണ് അങ്ങനെ വ്യൂ. ലോഡാക്കാൻ വേണ്ടി മേലെ കയറിയതാണ്. ഓക്കെ, നമസ്കാരം. അടുത്തൊരു ഇളമ്പാറ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഒരു സ്റ്റാർട്ടിങ് ഇട്ട ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, എന്താണെന്ന് അറിയുന്നില്ല. എന്നാലും ശരിയായിട്ടുണ്ട്. കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും കാണാത്ത കാരണം എനിക്ക് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എക്സ്ക്യൂസസ് ആണ്. കാരണം ഇതായിട്ടില്ല, അതായിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ പണ്ട് പഠിപ്പിച്ച മാഷ് പറഞ്ഞു, നീ എക്സ്ക്യൂസസ് പറയുന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫ് ലോങ് എക്സ്ക്യൂസസ് പറയില്ലായിരിക്കും. അതന്നെ അതിപ്പോൾ എനിക്കിപ്പോൾ അതേപോലെ തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പം എക്സ്ക്യൂസസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല നിങ്ങളോട്. കാരണം എൻ്റെ ഇത് ശരിയില്ല, ഗാഡ്ജറ്റ് ശരിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതില്ല. അത് നിർത്തി. ഇനി ഞാൻ മാക്സിമം പരമാവധി വീഡിയോസ് എടുത്തിടുന്നതായിരിക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എന്നോട് സ്നേഹമില്ലവരാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ കുറവുകൾ എന്നോട് പറഞ്ഞു തരണം. കാരണം എൻ്റെ വീഡിയോ അതിന് മാത്രം ആൾക്കാരൊന്നും കാണുന്നില്ല. കാണുന്ന ആൾക്കാർ എന്നെ പരിചയമില്ല ആൾക്കാരെ കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ മാക്സിമം എന്തെല്ലാം കംപ്ലൈൻറ്റ് ഇല്ലേ, ഇപ്പോൾ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തരണം. പിന്നെ ഇന്നത്തെ യാത്ര വയനാടേക്കാണ്. അപ്പോൾ ഡീസൽ അടിക്കണം. ഡീസൽ ഇല്ല വണ്ടിയിൽ, കണ്ടോ മിന്നുന്നുണ്ട്. ഞാൻ മിന്നാൻ ആക്കലില്ല. BS6 വണ്ടിയൊന്നും മിന്നിക്കാൻ പാടില്ല എന്നാ. അപ്പോൾ നമുക്ക് ഇനി ഡീസൽ അടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. നമുക്ക് ആഡ് ബ്ലൂവിൻ്റെ ആവശ്യമില്ല. കാരണം പുതിയ നമ്മൾ എന്തോ ഒരു ടെക്നോളജി ആണ്, ആഡ് ബ്ലൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഡീസൽ അടിക്കുന്നിടത്തേക്ക് പോവാം. വണ്ടി വെക്കുക, AC ഓഫ് ആക്കുക, 2 മിനിറ്റ് വണ്ടി വെക്കുക. ഡീസൽ അടിക്കാൻ പോകുന്നില്ലേ, അപ്പം ഓഫ് ആക്കുക. ഒരു 23 ലിറ്റർ ഡീസൽ. അങ്ങനെ അടിക്കാൻ വെച്ച് കാലിന് ഗൂഗിൾ പേ ഇല്ലല്ലേ? പെട്രോൾ പമ്പ് പണിയെടുത്തതിൻ്റെ ഗുണം വന്നില്ല. ലിറ്റർ വൈസ് പറഞ്ഞാൽ എനിക്ക് നല്ലത്. ഞാൻ വിചാരിച്ച എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, ഓനാന്ന് വിചാരിച്ചു. ഓട്ടോറിക്ഷ എടുക്കൽ. അപ്പോൾ നമ്മൾ പറശ്ശിനി വഴിയാണ് പോകുന്നത് എവിടത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് മീനങ്ങാടിയിലേക്കാണ് പോകുന്നത്. ബെഡിൻ്റെ ലോഡും കൊണ്ടാണ്. വലിയ ലോഡൊന്നുമില്ല, നോർമൽ വണ്ടിയിൽ സീറ്റിംഗ് ആവേണ്ട ലോഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി കാഴ്ചകൾ കാണാം കുറച്ചായിട്ട്. പിന്നെ മറ്റേ മൊബൈൽ ഹോൾഡർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വരണത്ര ഓർഡർ ചെയ്തിട്ടുണ്ട് മീഷോയിൽ. നോക്കട്ടെ, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഇതാണ് പറശ്ശിനിക്കടവ് പാലം. പാലമല്ല, പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രിയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് ചോറ് തിന്നിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഒരുപാട് പ്രാവശ്യം ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടുണ്ട്, വൈകുന്നേരം ചായയും കുടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അപ്പുറം മാട് എന്ന് പറയും. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിലില്ല നമ്മളെ ഫസ്റ്റ് പിക്നിക്ക്, അതായത് ഫസ്റ്റ് നമ്മളെ ടൂർ എന്ന് പറയുന്നത് പറശ്ശിനിലേക്കാണ്. ഈ സൈക്കിളിലെടുത്തിട്ട് നൈസായിട്ട് വരുന്ന ഫസ്റ്റ് നമ്മളെ ഒരു യാത്ര എന്ന് പറയുന്നത് പറശ്ശിനിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഫസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് വന്ന് റൈഡ് അത് പറശ്ശിനി അമ്പലത്തിലേക്കാണ്, ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക്. ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരുമായിട്ട് ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന സമയത്താണ്. പിന്നെ ഇതാണ് പറശ്ശിനിലേക്കുള്ള വഴി. പറശ്ശിനി അമ്പലം നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. വല്ലാത്തൊരു വ്യൂ ആണ് നൈറ്റിലെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, റോഡ് ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് പറശ്ശിനിലേക്കുള്ള തിരക്കുകളാണ്. ഇതൊരു രസമില്ലാത്ത ഒരു 1.5 ലെവല് സാധനമാണ് ഈ മരങ്ങൾ. കാരണം വീട് നമുക്ക് കാണുമ്പോൾ ഒന്നും പോലെ ഉണ്ടാവില്ല, വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വീട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റിയർ വ്യൂ മിറർ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഒരു ഗുഹയിൽ നിന്ന് വരുന്നവരുണ്ടാവും, അത് കാണുന്നുണ്ട്. അതാണ് പറശ്ശിനി അമ്പലം. അവിടെ ബോട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് റിസ്ക്കാണ്. തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ പറശ്ശിനി അമ്പലം, ഇതാണ് പറശ്ശിനിക്കടവ് പാലം. ഓക്കെ,
ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. ഇതിൻ്റെ താഴെ ഒരു ഷാപ്പ് ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങോട്ടേക്ക്. കിടിലം ഫുഡാന്ന് പറയുന്നത്. അവരിപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെ മാറിയിട്ട് ഫുഡിൻ്റെ മാത്രമായിട്ട് ഒരു ഹോട്ടലുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പറശ്ശിനിപ്പാലം എൻ്റെ നാട് ഭയങ്കര സുന്ദരം, ഭയങ്കര രസം. ഇത് കണ്ട നല്ലൊരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വരില്ലേ, പെട്ടെന്ന് നമ്മളൊരു കുതിരാമ്പോലെല്ലാം തോന്നുന്നില്ലേ, അതാണ് നമ്മളെ നാട്. ഫുൾ ശ്യാമസുന്ദര കേരാത ഭൂമി എന്ന് പറയുന്നില്ലേ, അതാണ് നമ്മളെ നാട്. ഓക്കെ, അപ്പോൾ എൻ്റെ നാട് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് സമയം വീഡിയോക്ക് റെസ്റ്റ് കൊടുക്കാം. ഇനി ചുരം കയറുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇങ്ങനെയില്ലേ എന്നാൽ അപ്പം മറ്റേ ഇതായിട്ടില്ല, കുറച്ച് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊട്ടിയൂരെത്താനായി. വള്ളിയെല്ലാം കയറി കഴിഞ്ഞ് അപ്പോൾ കൊട്ടിയൂര് ഇരിട്ടിയെല്ലാം കഴിഞ്ഞ് കൊട്ടിയൂർ ഇങ്ങനെ എത്താൻ പോകുന്നു. കൊട്ടിയൂർ ടൗൺ എത്തണത്ര. അപ്പം ഇങ്ങനെയാണെന്നില്ല യാത്ര. പിന്നെ നമ്മൾ പറയാം ബഡാ ദോസ്. ഇതിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ വണ്ടി i3+ നമ്മൾ ഈ ദോസ്ത് പ്ലസ് എല്ലാം എടുക്കുന്നതിനെക്കാട്ടി നല്ലത് i3+ എടുക്കുന്നത്. കാരണം നമുക്ക് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10-15 ഇപ്പോൾ 15 റുപ്യക്കുള്ളിലേ ഉള്ളൂ. അപ്പം വണ്ടി ഓട്ടാനായാലും യാത്രാ സുഖമായാലും അതുപോലെ തന്നെ മൈലേജ് ആയാലും, മൈലേജ് ഒരു 12-13 ആ റേഞ്ച് കിട്ടും. ഒന്നുമില്ല, ഓട്ടുന്ന കാര്യമാണ്. ഇപ്പം ചാപ്പിടി പേടിച്ച് പാഞ്ഞം വന്നതിന് 10 കിട്ടുമല്ലോ. എന്തായാലും ഒരു 12 എന്തായാലും കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടല്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡ് കയറുന്നത് ഞാൻ 3 ടൺ വരെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വണ്ടി വലിക്കും, വണ്ടി 4-4.5 വലിക്കും, പക്ഷേ എനിക്ക് അധികാലം വലിക്കൂല. സോറി, ആ പനീൻ്റെ കഫം കെട്ടിയതിൻ്റെ കുറവാക്കിയിട്ടുണ്ട് അത്ര. അപ്പോൾ വണ്ടി ഇതെല്ലാം വലിക്കും, എന്താ പറയുക 4 ടണ്ണെല്ലാം വലിക്കും, പക്ഷേ അധികാലം വലിക്കുമല്ലോ. ഒരു 10,000 കിലോമീറ്റർ ആകുമ്പോൾ മറ്റേ ഇതെല്ലാം അയക്കേണ്ടി വരും, മറ്റേ നമ്മളെ ഹൗസിംഗ് എല്ലാം അയച്ച് പറിക്കേണ്ടി വരും. അപ്പം ബെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 ടൺ എടുക്കാം. 2.5-3 ഉള്ളിൽ അങ്ങനെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടി കുറേ കാലം കൈമേലുണ്ടാവും, ഒരു പ്രശ്നമില്ലാണ്ട് കൈമേലുണ്ടാവും. പിന്നെ പരമാവധി ഒറ്റയ്ക്ക് തന്നെ ഓട്ടാൻ നോക്കുക, കാരണം അത് നല്ലത്. കൈമേൽ പൈസ ബാക്കിയാവും. കാരണം പിന്നെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവി വിടട്ട്, നല്ലൊരു താളുണ്ടല്ലേ ആവി വിടട്ടെ. ഔ, അപ്പൊ നമ്മളങ്ങനെ മണത്തണ, അതായത് പയ്യാവൂരിന് മുമ്പില്ലേ മണത്തണ എന്ന് പറയുന്ന ടൗണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, മണത്തണ ടൗൺ ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കുകയാണ്. അൽവാക്കണ്ണാളെ അട്ട സൈഡിക്ക് ഇല്ല വണ്ടീൻ്റെ പേരും വരുന്ന ഒരു കണ്ടോ ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങനെ റോട്ടിൽ നടുക്ക് പകുതിക്ക്. ഇത് പകുതിയില്ല, പകുതി റോഡ് ഓട്ടോ സ്റ്റാൻഡാണ്. അവരെ പറ്റും കാര്യമില്ല ഇവിടെ വെക്കുക, പക്ഷെ വളവിൽ തന്നെ കൊണ്ടുവച്ചിന്. ഈ അപ്പൊ പഠിക്കാൻ അറിയാം. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ബസ് ചവിട്ടിയിട്ട് കിട്ടാണ്ടല്ല പോയിരുന്നെങ്കിൽ പണ്ട് അടേച്ച് തെറിപ്പിക്കലായിരിക്കും മൊത്തത്തില്. ഓഫ്, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാല് നല്ല രസമില്ലേ. അപ്പൊ വീണ്ടും ബഡാ ദോസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിപ്പം എന്നാ വീഡിയോ എടുക്കുന്ന അറിയാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡില്ല. അപ്പം വീഡിയോ വെയ്യ നമുക്ക് എൻ്റെ പടച്ചോനെ കൊണ്ട് കണ്ടില്ല, പെട്ടെന്ന് അടുത്ത് തീരാണ്ട്. അപ്പം ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്, ഞാനിപ്പോൾ പറഞ്ഞു വന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് വെയ്യ പാൽച്ചുരത്തിന് എടുക്കാൻ കഴിയില്ല. പാൽച്ചുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ചുരം. നമുക്ക് പരമാവധി നിർത്തിയിട്ടെല്ലാം വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിലേ ഉള്ളൂ. കാരണം ഡ്രൈവിങ്ങിലാടുന്ന വീഡിയോ എടുക്കൽ സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യം. കാരണം അങ്ങനത്തെ റോഡാണ് പാൽച്ചുരം. അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് തിരിയില്ല എന്ന് പറഞ്ഞാൽ തിരിയുന്നവർക്ക് തിരിയും, തിരിയാത്തവർക്ക് നട്ടം തിരിയും എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മള്. അപ്പോൾ പാൽച്ചുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെയില്ല കയറ്റം. ഏകദേശം ഒരു 70 ഡിഗ്രി ആ റേഞ്ചിൽ ഉണ്ടാവും. വണ്ടി ഇങ്ങനെ നിൽക്കും. നമുക്ക് കാണിച്ചു തരാം, നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ വീഡിയോ എടുത്ത് അഥവാ എന്തെങ്കിലും ആയിപ്പോയാലോ നമ്മളെ ആ ഒരു 500 വ്യൂവേഴ്സ് ഉണ്ട്, അതിലേക്ക് സങ്കടമായി പോകും. അതുകൊണ്ട് വേണ്ട, നമ്മൾ ഡോണ്ട് ടേക്ക് ദ റിസ്ക്. പാൽച്ചുരത്തിൻ്റെ വീഡിയോ ഞാൻ ഒരു സ്റ്റാൻഡും കൂടി വാങ്ങിക്കുന്നുണ്ട്. സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നതിനപാട്
അത് വെച്ചിട്ട് ഒരു ടീപ്പാറ് വീഡിയോ എടുത്തരാം. ഓക്കെ. പിന്നെ 4 ചുറ്റുപാട് കണ്ടു, നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ ഫുള്ളായിട്ട് കിട്ടുന്നില്ല, എനിക്ക് തോന്നുന്നു ബാക്കിലേടെയും വെച്ചിട്ട് മോൾഡ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാന്നില്ലേ. AC ഇടട്ടെ. AC ഇടാണ്ട് ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. AC ഇടാൻ വേണ്ടിയിട്ട് AC വാങ്ങിയില്ല, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. മൈലെല്ലാം കണക്കന്നെ. ഇതിനെ AC ഇടാണ്ട് ഓടുന്നു സുഖിക്കുക. ഇനിയിപ്പം അടുത്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കലാണ്. ഫുഡ് ഏടുന്ന് കഴിക്കുന്നു പരിചയമില്ല. ഹോട്ടല് ചോറ് വേണം, ബിരിയാണി കഴിക്കാൻ ഒരാഗ്രഹം. അപ്പം ബിരിയാണി കഴിച്ചേക്കാം. ബ്രാണി കണ്ട എക്സൈസിന്റെ വണ്ടിയാന്ന് ചീറിപ്പാഞ്ഞ് പോകുന്നു. എക്സൈസിന്റെ വണ്ടി ഇപ്പൊ ചാറാറ് പിടിക്കുന്നുണ്ട്. ഇപ്പം പിടിച്ചപാട് ഊതിക്കൊന്നുമല്ല, ലാൻസെന്റോ കൂടെ ഉണ്ടോ കഴിക്കാം. അമ്മ വെക്കലും ഇല്ല. എന്നെ നമ്മളെ ഈ ചെയ്യുന്നിട്ട് ലോലിപ്പോപ്പല്ല കേട്ടോ. കണ്ട ഓടുന്നുണ്ട് തകധിക മാലകപ്പെണ്ണൊരുക്കേ. ഓടുന്നുണ്ട് തക മാലകപ്പെണ്ണടക്കേ. വീണ്ടും അപ്പുറത്തേക്ക് കയറാം. പക്ഷെ കയറിയിട്ട് ഓപ്പോസിറ്റ് ആരംഭം നരിച്ച് തകർന്നതിന് കയ്യില. നമുക്ക് ചളിയെറിപ്പിക്കാം. കണ്ട പകുതി വരെ വെച്ചിട്ട് അവിടെ നിന്ന് നോക്കിയിട്ടാണ് കയറുന്നത്. വണ്ടി വരുന്നുണ്ട്, നമ്മളെ വണ്ടി എന്നാൽ സ്പീഡ് പോവാ. അതുമില്ല. കയറിയിട്ട് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലേ. കയറിയിട്ട് അവിടെ പകുതിക്കാകടെ നിൽക്കും. എന്നിട്ട് കയറിയിട്ട് നമ്മളെ വണ്ടി അങ്ങനെ സ്ലോ ആയിപ്പിക്കണം. പിരാന്താവില്ലേ മനുഷ്യന്മാർക്ക്. വേണ്ട നോക്കുമ്പോൾ ഓരോ സാധനങ്ങൾ വരുന്നു. പിന്നെ വടാദോസിന്റെ കേസിൽ മൈലേജ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പരമാവധി 1ഉം 2ഉം RPM പച്ചക്കട്ട 2 കട്ട കിട്ടുന്നവരെ എന്നെ വെച്ചിട്ട് ടോട്ടിയാൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, കപ്പ ബിരിയാണി, ചക്കക്കറി അല്ല ചിക്കൻ കറി. അപ്പം പിന്നെ ബാക്കി ചുരങ്കറി വേണം. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ വ്യൂവർ ഉണ്ടാവും. എൻ്റെ സൈഡിലേക്കുള്ള മനോഹരമായ വ്യൂസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്ര കഷ്ടപ്പെടുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പം എൻ്റെ വീഡിയോസിൽ എന്തെല്ലാം നെഗറ്റീവ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ പറയാണ്ട് ഞങ്ങൾക്ക് ഞാൻ എന്ത് അടിപൊളിയാണ്, എല്ലാ വീഡിയോ അടിപൊളിയാണ്. അപ്പം ആ നെഗറ്റീവ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. കമൻറ്റ് ബോക്സിൽ തന്നെ ഇടണം. എന്നിട്ട് നോക്കണല്ലേ അമ്മ ഇത് തിരുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നെ ഫോൺ വിളിച്ചിട്ട് പറയുന്ന കുറേ ചങ്ങായി പറയണ്ട, അവരോടാണ് പ്രത്യേകിച്ചിട്ട്. കമൻറ്റ് ബോക്സിൽ തന്നെ ഇടും. എന്നിട്ട് ഞാൻ തിരുത്തുന്നുണ്ടോ ഇല്ലയോ നോക്കണം. എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ മാത്രം കണ്ടാൽ പോരെ. വെറുതെ നിങ്ങളെ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? കാരണം എനിക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആകാറ് ഒരിക്കലും. അത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കണം. ഇതിപ്പം ഒരുപാട് നിങ്ങൾ കണ്ട് മറന്ന വഴികളാണ് മാനന്തവാടിയിലേക്കില്ലേ. അപ്പോൾ പിന്നെ അപ്പം ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുപ്പാ. മനസ്സിലാവേണ്ട പിന്നെ മനസ്സിലായെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല എന്നാണ് പിന്നെ മനസ്സിലായില്ലേ. മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ടൗൺ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു അടിപൊളി ഹോട്ടലുണ്ട്. അവിടെ നമുക്ക് നല്ല ബീഫ് ബിരിയാണി ഉണ്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാം. ബീഫ് ബിരിയാണി വെള്ളിയാഴ്ച കഴിച്ചിട്ടില്ലെങ്കിൽ
കുന്നിന്റെ ഇതറിയണമെങ്കിൽ ആ വണ്ടി 2 വണ്ടി നോക്കിയാൽ മതി. SRTC കുത്തനെ ഇല്ലേ, റിസ്ക് പരിപാടി ഇടാം വീഡിയോ എടുക്കില്ല. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയ നമ്മളും എഞ്ചിനും തവിടുപൊടി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. KSRTC അല്ലെങ്കിൽ ഒരു ചുരം കയറുന്നതാണെങ്കിൽ KSRTCന്റെ മുഞ്ച് വേറൊരു വണ്ടിക്കും ഇല്ല. ഇവിടെ ഭീകരം വീണല്ലോ, ഗോള് മാത്രം. KSRTC ചത്തിന്റെ മുകളിലെത്താനായി, ലാസ്റ്റ് എത്താനായി. KSRTCന്റെ മുഞ്ചാവുന്ന വേറെ തന്നെ. ഇത്ര ചുരത്തിന്റെ മുകളിൽ KSRTCന്റെ ഒരു മുഞ്ച് കണ്ട, കയറി പിടിച്ച് കയറുന്നുണ്ട്. അത് ഇവിടുന്നൊരു സാധനം വരുന്നുണ്ട്. ഒരു കാരണം ആവശ്യമില്ല, നമുക്കും വാങ്ങി കയറി രക്ഷയില്ല. ഈച്ചറിന് അക്കാര്യത്തിൽ, ബെൽച്ചലിന്റെ കാര്യത്തിൽ ഈച്ചർ വേറെ ലെവലാണ്. ചെറുതാ ഇതിലില്ലല്ലോ, കയറുന്നുണ്ടില്ലേ? ഇതിലെ ടാറ്റയൊന്നും അല്ല, റെയിലൻ്റെ. ഞാൻ ഇങ്ങനെ ഫോൺ പിടിക്കണം, പക്ഷെ ഇങ്ങനെ ഇപ്പം ഇല്ല. സൈഡ് വ്യൂ റിസ്ക് പരിപാടിയാണ്. പക്ഷേ 4-5 മിനിറ്റിലുള്ള പരിപാടി ആയിരിക്കും. റോഡ് നന്ന മിസ്റ്റേക്കാണ്, ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടിയല്ല. ഇതെല്ലാം ഇടിഞ്ഞിടിഞ്ഞിങ്ങ് എത്തിയതാണ്. പിന്നെ ഇത് വികസനം ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ല ഇതുവരെ, ആ പ്രശ്നം. അപ്പുറം വേറെ ഓരമുണ്ട്, എന്താ പറയുക, നെടുമ്പൊയിൽ ചുരം. പക്ഷെ അത് ഇല്ല, സുഖമില്ല, വേറെ അല്ല. വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇതാണ് എനിക്ക് ഈ ചുരത്തിൽ ഏറ്റവും പേടിയുള്ള സ്ഥലം. ഇവിടെ ഇതാണ് കയറി കിട്ടാണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇടിഞ്ഞതാണ്. ഡിവൈൻ ലൊക്കേഷനിലെത്തി. സാർക്ക് കൊണ്ടുവന്നു ഓക്കെ.
ലോഡ് ഇറക്കുന്ന വീഡിയോ കണ്ടില്ല. ലോഡ് ഇറക്കി പിന്നെ ഫോണിൽ കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു. ചാർജും ചെയ്ത് തിരിച്ച് മാനന്തവാടി കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തിരിച്ചതിന് നാട്ടിലേക്ക്. ഇതെല്ലാം തന്നെ നമ്മളെ ലൈഫ്. രാവിലെ ആവുക, എണീക്കുക, കാക്കിയിടുക, എടുത്തു വിടുക. അപ്പൊ ഇതെല്ലാം കണ്ട, വണ്ടിയെല്ലാം കണ്ട, ഗ്ലാസ്സിൽ മൊത്തം ഒരു ചെറിയൊരു ചാറിൽ മഴ പെയ്യും. ഒരു സൈഡിൽ നിന്ന് വെള്ളം വരുന്നില്ല. വെള്ളം ഉണ്ടാവും സമാധാനം. സർവീസ് കഴിഞ്ഞല്ല, അതുകൊണ്ട് വെള്ളം ഉണ്ടാവും. ഗ്ലാസ് വൃത്തിയാക്കിയപ്പോ ഇങ്ങനെ ശരിയല്ലേ. അതിനനുസരിച്ച് വെള്ളമില്ല, അതൊന്ന് അടിച്ചു നോക്കിയേ. പിന്നെ സർവീസ് കഴിഞ്ഞ് ഞാൻ മറന്നുപോയി. ആ വണ്ടിന്റെ 10,000 സർവീസ് ചെയ്യുന്നു. 4,000 റുപ്യ എന്റെ പ്രശ്നം. ഇതാണ് പ്രശ്നം. ബൈക്ക് എടുത്തിട്ട് സ്പീഡ് പോവുകയും ചെയ്യില്ല, അത് നടക്കിട്ടേ പോവുകയും ചെയ്യും. എന്താക്കണ്ടേ? വർക്ക്ഷോപ്പോ ഇല്ല, ഫ്രൂട്ട്സ് ഉണ്ട്. വീഡിയോസ് എല്ലാം ഉണ്ട്. ഇനി എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതുവരെ കണ്ട വീഡിയോസ് മൊത്തം ഒന്ന് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് പരിക്കേക്ക് ഒന്നൊന്നര നെരിച്ചവിട്ട് വെക്കണം. അപ്പോൾ ഇതുവരെ കണ്ടതാണ് വീഡിയോസ്. ഓക്കെ, അപ്പം ഇനി അങ്ങോട്ട് ഓരോ ദിവസമായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരും. പിന്നെ അങ്ങോട്ട് പ്രത്യേകം പറയാനുള്ളത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഡിഫീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. പിന്നെ ബഡാ ദോസിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് റിവ്യൂ പറയാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വലിയൊരു റിവ്യൂ, അതായത് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം